ഹലോ നമസ്കാരം. നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ചാം ചൂസ് ചെയ്യുക. നിങ്ങൾ ആദ്യത്തെ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് 1 വരുന്നത്. നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ടൈം ഫ്രെയിം ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് നൽകാൻ ആഗ്രഹിക്കുന്ന ടൈം ഫ്രെയിം ഗൈഡൻസ്? നെക്സ്റ്റ് ജൂപ്പിറ്റർ റെട്രോഗ്രേഡ്. അപ്പോൾ നെക്സ്റ്റ് ജൂപ്പിറ്റർ റെട്രോഗ്രേഡ് എന്ന് പറയുന്നത് ഒക്ടോബർ 2025 തുടങ്ങി ഫെബ്രുവരി 2026 വരെയാണ്. ആ ഒരു സമയമാണ് പറയുന്നത്. അപ്പോൾ ടേക്ക് എ മൊമെന്റ് ടു റിഫ്ലക്ട്. ഇപ്പോഴത്തെ ഒരു സമയം ഈ ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, അതായത് ഇത് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺഹീൽഡ് ആയിട്ടുള്ള ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിനോട് പ്രത്യേകം ഒരു ഇഷ്ടം തോന്നുന്നതാണോ? അങ്ങനെ ഓക്കെ, നിങ്ങൾ ഇത് ട്രൂലി ഹാപ്പി ആയിരിക്കുമോ? അപ്പൊ ഈ ഒരു സമയം ഈ ഒരു ആഗ്രഹം നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇതുവരെ പലതരത്തിൽ പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള ചില പാഠങ്ങളുണ്ട്, ചില അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പൊ ഈ ഒരു ഒക്ടോബർ തൊട്ട് നെക്സ്റ്റ് ഫെബ്രുവരിയുടെ ഉള്ളിലാണ് ഈ ഒരു ആഗ്രഹം നടക്കുന്നതിന് ഒരു സാധ്യത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടൈം ഫ്രെയിം ഗൈഡൻസ്. അപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ടൈം ഫ്രെയിം ഗൈഡൻസ് എന്താണ്? ഓക്കെ, നിങ്ങൾക്ക് 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വളരെ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ 2 കാർഡ്സും ഇവിടെ എടുക്കുന്നത്. നിങ്ങൾ ഇതിന്റെ മെസ്സേജ് ഒന്ന് നോക്കുക. വെൻ എ സീഡ് ഈസ് പ്ലാന്റഡ്. ഓക്കെ, ഈ രണ്ടിലും ആ ഒരു പ്ലാന്റിംഗ് എനർജി നമുക്ക് കാണാം ഇല്ലേ? The outcome will manifest slowly and steadily. The seeds you have planted are taking root. അതായത് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എഫേർട്ട്. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള ചില ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് അതിന്റെ റിസൾട്ട്. നിങ്ങൾ അതിനുവേണ്ടി എപ്പോഴാണോ പരിശ്രമിച്ചു തുടങ്ങുന്നത്, ഓക്കെ, ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു തുടങ്ങുന്നത്, അപ്പോ ആ പരിശ്രമിച്ചു തുടങ്ങിയതിന് ശേഷം ഒരു 4 തൊട്ട് 6 ആഴ്ചക്കുള്ളിൽ ആ ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത, ഓക്കെ, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുന്നതിന് വേണ്ടുന്ന സഹായങ്ങൾ, സപ്പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് സ്ലോലി ആണ് ഈ ഒരു കാര്യം നടക്കുക. ഗ്രാജുവലി ആണ് ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. പെട്ടെന്ന് വന്നു ചേരുന്ന ഒരു കാര്യമല്ല. പക്ഷെ അത് നടക്കണമെങ്കിൽ നിങ്ങൾ വളരെ ബിഗിനിങ് സ്റ്റേജിലാണ്. ഓക്കെ, ആ സീഡ് പ്ലാന്റ് ചെയ്യുക. സീഡ് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 4 to 6 വീക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രോഗ്രസ് കാണാനായിട്ട് സാധിക്കും.